ഹായ് നമസ്കാരം, ഞാൻ സെബിനായിട്ട് എക്സ്പ്ലോർ ചാനലിലേക്ക് നിങ്ങൾക്ക് ആർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കും വിശ്വസിക്കുന്നു. ഇനിയിപ്പം നമ്മൾ ഈ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ LBSൻ്റെ പാരാമെഡിക്കലിൻ്റെ 21 അലോട്ട്മെൻറ്റ് എന്നാ പബ്ലിഷ് ചെയ്യുന്നുള്ളതും അത് ഏതിനാ BSc നേഴ്സിങ്ങിനാണോ പാരാമെഡിക്കലിനാണോ ഇനി 21 അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, അതെവിടെ ചെന്ന് ഓൺലൈനായിട്ടാണോ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ വെക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഡിപ്ലോമയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്, അതുപോലെ ഡിപ്ലോമയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ, അതുപോലെ തന്നെ ഡിപ്ലോമയുടെ ഫീസ് സ്ട്രക്ചർ, കോഴ്സിൻ്റെ ഓരോന്നായിട്ടും, അതുപോലെ തന്നെ പുതിയ കോളേജ് ഏതൊക്കെയാണ് ആഡായിരിക്കുന്നത് ഡിപ്ലോമയ്ക്ക് കോഴ്സിന് വേണ്ടിയും, അതുപോലെ തന്നെ ഡിപ്ലോമ DRTക്ക് വേണ്ടിയോ റേഡിയോളജിക്ക് വേണ്ടിയൊക്കെ പുതിയ കോളേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഇനിയും ഗവൺമെൻറ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഓപ്ഷൻ റെസിസ്റ്റൻ്റെയും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോയും നമ്മുടെ ചാനൽ വഴി ചെയ്തിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ അയക്കണം, ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. അതുപോലെ തന്നെ ടോപ്പ് 10 പാരാമെഡിക്കൽ കോഴ്സ് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഏതൊക്കെയാണ് പാരാമെഡിക്കൽ കോഴ്സ് ടോപ്പ് 10 ജോലി സാധ്യത കൂടുതലുള്ളതെന്ന്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെയിൽ അയക്കലിലും പിൻ ചെയ്ത് വെച്ചിരിക്കും, അവിടെ ഓർപ്പിക്കുന്നു. അതിന് മുമ്പ് തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, സെബിനെറ്റ് എക്സ്പ്ലോർ എന്നാണ് ഇൻസ്റ്റാഗ്രാമായിട്ട് പേര്. താല്പര്യമുള്ളവരൊക്കെ കയറി ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ള കാര്യമുണ്ടെങ്കിൽ അതിനകത്ത് ചോദിച്ചാൽ മതി, നമ്മളതിന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇതിനകത്ത് താഴെ കമൻറ്റ് ഇട്ടാലും മതി, ഇൻസ്റ്റാഗ്രാം ID സെബിനെറ്റ് എക്സ്പ്ലോർ മെസ്സേജ് ഇട്ടാലും മതി, നമ്മളതിന് റിപ്ലൈ തരുന്നത് കൂടെ ഓർപ്പിക്കുന്നു. അപ്പം നമുക്ക് നേരെ സമയങ്ങളെ തന്നെ വീട്ടിലേക്ക് കിടക്കാം. അപ്പം ചാനലൊന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ കയറി ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാമെന്ന് ഓർപ്പിക്കുന്നു. അപ്പം ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സിന് വേണ്ടി ഒഴിവുള്ള എല്ലാ സീറ്റുകൾക്ക് വേണ്ടിയും 7-12 LBSൻ്റെ എല്ലാ ഫെസിലിറ്റി സെൻറ്ററിലുമാണ് പാരാമെഡിക്കൽ കോഴ്സിന് വേണ്ടി അലോട്ട്മെൻറ്റിന് വേണ്ടി ഒരു ഓപ്ഷൻ നൽകാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ വഴിയല്ല 21 അലോട്ട്മെൻറ്റ് അവർ വിളിച്ചിരിക്കുന്നത്. അതായത് ഓരോ സെൻറ്റർ അവർ കൊടുത്തിട്ടുണ്ടല്ലോ, നേരത്തെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെയാണ് സെൻറ്റർ, നടൂര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെൻറ്ററുകളുണ്ട് LBSൻ്റെ. ആ സെൻറ്റർ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ചെന്ന് വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി. മാർക്ക് കൂടിയുള്ളവരും കുറവുള്ളവരൊക്കെ നോക്കിയാൽ ഒരു പാരാമെഡിക്കൽ നോക്കുന്നുണ്ടെങ്കിൽ ഡിപ്ലോമയെക്കാട്ടി കുറച്ചുകൂടെ നല്ല പാരാമെഡിക്കലാണ്. DMLTയെക്കാട്ടി കുറച്ചുകൂടെ നല്ല BSc MLT തന്നെയാണ്. BSc MLT ഒക്കെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കയറി പോകാമെന്നൂടെ ഓർപ്പിക്കുന്നു. മാർക്ക് കുറവാണെങ്കിലും ഒക്കെ അവിടെ ആൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സാധ്യത കൂടുതലാണെന്നൂടെ ഓർപ്പിക്കുന്നു. പിന്നെ അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയും BSc നേഴ്സിങ്ങിന് വേണ്ടി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമെന്നുള്ള. BSc നേഴ്സിങ്ങിൻ്റെ എല്ലാം ക്ലോസ് ആയിട്ടുണ്ടെന്നാണ് അവിടുന്ന് അറിയാൻ സാധിച്ചത്. ഇനിയും വേക്കൻസി കാര്യങ്ങളൊന്നും സീറ്റില്ല, മൊത്തം ഫില്ലായിട്ടുണ്ട്. അതുപോലെ PNCMake ആയാലും മൊത്തത്തിൽ ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് അതും ഇനിയും വരാൻ വേണ്ടി നോ ഫർദർ അലോട്ട്മെൻറ്റ് എന്നാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം BSc നേഴ്സിങ്ങിൻ്റെ എല്ലാം ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാരാമെഡിക്കലിൽ ഇതുകൂടെ കഴിഞ്ഞാൽ സീറ്റ് എവിടെയെങ്കിലും വേക്കൻസി ആയിട്ടുണ്ടോ ആരെങ്കിലും മാറിപ്പോവാണെങ്കിൽ മാത്രമേ ഇനിയും പാരാമെഡിക്കലിന് ഇനിയും കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളൂ. അതുകൊണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് പാരാമെഡിക്കലും അവസാനിക്കുന്നതിനെ കൂടെ ഓർപ്പിക്കുന്നു. ഇനി അടുത്ത നമുക്ക് ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് ചോദിക്കുക, നമ്മൾ ഇതിൻ്റെ റിപ്ലൈ തരുന്നതിനെ കൂടെ ഓർപ്പിക്കുന്നു. ഇനി അടുത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്ലോമയുടെ കാര്യമാണ്. ഡിപ്ലോമയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ ടോക്കൺ ഫീയും കാര്യങ്ങളും എല്ലാം 5-ാം തീയതി, അതായത് ഇന്ന് 5 മണി വരെ സമയമുണ്ട്. നിങ്ങൾക്ക് ടോക്കൺ ഫീയും കാര്യങ്ങളും എല്ലാം ഇന്നും കൂടെ അടച്ച് കോളേജിൽ ഒരു ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കൂടെ ഓർപ്പിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അവിടെ താല്പര്യമില്ല, പ്രൈവറ്റാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഗവൺമെൻറ് കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ടോ എന്നുള്ളത്. അത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് പോലെ ഹയർ ഓപ്ഷൻ നിങ്ങൾ ഏതാ വെച്ചിരിക്കുന്നതൊക്കെ അനുസരിച്ചായിരിക്കും നിങ്ങൾ ഗവൺമെൻറ് കിട്ടാൻ വേണ്ടി സാധ്യതയുള്ളത്. ചിലപ്പം ഭാഗ്യം വേണ്ടി നിങ്ങൾക്ക് സെക്കൻഡിലൊക്കെ ഗവൺമെൻറ് മാത്രം വെച്ച് നോക്കുന്നവർക്കൊക്കെ വേണ്ടി അത് കിട്ടാം. അല്ലെങ്കിൽ തേർഡിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് മാത്രമായിട്ട് വെക്കാം. സെക്കൻഡിനകത്ത് വേണമെങ്കിൽ ഗവൺമെൻറ് തന്നെയായിട്ട് വെക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നോക്കാം നിങ്ങൾക്ക് ഗവൺമെൻറ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഫീസ് ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇവിടെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത് കൂടെ ഓർപ്പിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഗവൺമെൻറ് മാത്രം വെക്കുമായിരുന്നു, നിങ്ങൾക്ക് ഗവൺമെൻറ് കിട്ടിയതിന് മാർക്ക് ഇൻഡെക്സും അതുപോലെ റാങ്കും പോലെ. അതുകൊണ്ടാണ് നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ സെൽഫ് ആദ്യം വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മാറ്റി വെച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നൂടെ ഓർപ്പിക്കുന്നത്. അത് ഇതിനകത്ത് ചെയ്യാൻ വേണ്ടിയുള്ളൂ ഈ കാര്യങ്ങളിനകത്ത്. പിന്നെ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് എടുത്തു നോക്കേണ്ട കാര്യമില്ലെന്ന്, എന്നാലും നമുക്ക് നോക്കിയേക്കാം. എന്തായാലും നിങ്ങൾ ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് അതുകൂടെ നോക്കിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് എന്ന് പറയുമ്പം എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കോളേജ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫീസ് ഡീറ്റെയിൽസും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു DMLTക്ക് എത്ര ഫീസെന്ന്. 7240 രൂപയാണ്. ഇതെല്ലാം അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റാണ്. നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്കിവിടെ ഓർപ്പിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം പോകുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാത്തത്. ഓരോ കോഴ്സിനും അതായത് കോളേജുകൾ
അത് കൊടുത്തിട്ടുണ്ട്. അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ്. അതായത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അതായത് മാനേജ്മെൻറ്റ് സീറ്റ് എത്ര ആവും? മാനേജ്മെൻറ്റ് സീറ്റ് 27,500 പിന്നെ ട്യൂഷൻ ഫീയും 27,500. മാനേജ്മെൻറ്റ് സീറ്റ് ഫീ ആണെങ്കിൽ 55,000 ഫസ്റ്റ് ഇയർ 10,000, സെക്കൻഡ് ഇയർ 7,500 സ്പെഷ്യൽ ഫീസും വരുന്നതായി കൂടെ ഓർപ്പിക്കുന്നത്. മാനേജ്മെൻറ്റിനകത്താണ് പറഞ്ഞത്. ഗവൺമെൻറ്റിലാണെങ്കിൽ ആ പറഞ്ഞ 7,240 രൂപയും. കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഈ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഓർപ്പിക്കുന്നു. എല്ലാവിധ കോളേജുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം നല്ല നല്ല കോളേജുണ്ട്. LSE കോളേജ് ഓഫ് ഹെൽത്ത് സയൻസ് ഒക്കെ നല്ല കോളേജുകളാണ്. 27,500 മുടക്കിയെന്ന് പറഞ്ഞാലും നല്ല കോളേജാണ്. ഫെസിലിറ്റിയും കാര്യങ്ങളുണ്ട്. അതുപോലെ പുഷ്പേരി ആയാലും പുഷ്പേരി കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് തിരുവല്ല, പത്തനംതിട്ട, മൈനോറിറ്റി സ്റ്റാറ്റസ്, എലിജിബിലിറ്റി, കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ 10 സീറ്റുണ്ട്. മാനേജ്മെൻറ്റ് ആയാലും 10 സീറ്റുണ്ട്. അവിടെയും നല്ലൊരു കോളേജ് തന്നെയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 27,000 മുടക്കിയെന്ന് പറഞ്ഞാൽ പോലും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. നല്ല സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെയാണ്. ഫസ്റ്റ് ഇയർ അവിടെ ആയാലും 10,000. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ 7,500 രൂപയാണ് സ്പെഷ്യൽ ഫീസും. വിളിക്കാനുള്ള നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 046927007555 ആ നമ്പർ കൊടുത്തത്. അതുപോലെ തന്നെ സെൻറ്റ് തോമസ് കോളേജ് ഓഫ് അലൈഡ് സയൻസസ് കോട്ടയം, അവിടെയും കുഴപ്പമില്ല. അതുപോലെ പുത്തൂർ കോളേജ് ഓഫ് അലൈഡ് സയൻസ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, അവിടെ ഒരു കുഴപ്പമില്ല. അവിടെ അതിൽ നല്ല കോളേജാണ്. താല്പര്യമുള്ളവരെല്ലാം അവിടെ പോയി ചേർന്നാലും നല്ല പഠിപ്പീരും കാര്യങ്ങളൊക്കെയാണ്. അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് 27,500. മാനേജ്മെൻറ്റ് ഫീസാണെങ്കിൽ 55,000. പിന്നെ സ്പെഷ്യൽ ഫീസ് വരുമ്പം 10,000, 7,500 ഫസ്റ്റ് സെക്കൻഡും സെമ്മും അനുസരിച്ച് ഇയർ അനുസരിച്ച് അത് മാറി മാറി വരുന്നതായി കൂടെ ഓർപ്പിക്കുന്നു. അതാണ് അതിനകത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള ഏത് കോളേജാണ് വന്നിരിക്കുന്നതാണ് അടുത്ത പറയാനായിട്ടുള്ളത്. അപ്പം പുതിയതായിട്ട് ആ കോളേജ് വന്നിരിക്കുന്നത് നമ്മുടെ മുത്തൂറ്റ് കോളേജ് ഓഫ് അലൈഡ് സയൻസ് ആണ്. അതായത് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കോഴഞ്ചേരി, പത്തനംതിട്ട. അലോട്ട്മെൻറ്റ് സബ്ജക്റ്റ് ടു ദ ഔട്ട്കം ഓഫ് WP നമ്പറും കൊടുത്തിട്ടുണ്ട്. 2024 പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. കോഴ്സും പുതിയതായിട്ട് ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് റേഡിയേഷൻ തെറാപ്പി DRRT, പിന്നെ DR, പിന്നെ അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ സ്റ്റെറിൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റെറിലൈസേഷനകത്ത് അതിൽ ഈ ഐ ഡ്രോപ്പിൻ്റെയൊക്കെ സ്റ്റെറിലൈസ് വാട്ടർ, റോസ് വാട്ടറൊക്കെ അങ്ങനെ അതിൻ്റെ എന്തോ ഒരു ഇതാണ് നമ്മുടെ ഈ സ്റ്റെറിലൈസിൻ്റെ ആ പഠിപ്പിക്കുന്നത്. കറക്റ്റായിട്ട് അറിയത്തില്ല. ആ രീതിയിലാണ് അവർ അതിന് പഠിപ്പിക്കുന്നത്. അപ്പം നല്ല കോഴ്സ് തന്നെയാണ് സ്റ്റെറിലൈസ്. അത് പുതിയതായിട്ട് വന്ന ഒരു കോഴ്സ് തന്നെയാണ് അവിടെ. അതൊരു വർഷത്തെ കോഴ്സാണെന്ന് തോന്നുന്നു. ഒരു വർഷത്തെ കോഴ്സാണ് നമ്മുടെ ഈ സ്റ്റെറിലൈസ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ മാറി എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അവിടെ തന്നെ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ അവിടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, അല്ലാതെ മാനേജ്മെൻറ്റായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട്. ഗവൺമെൻറ്റിൽ കയറുന്നതായിരിക്കും അതിനകത്ത് നല്ലത്. രണ്ടെണ്ണം ഉണ്ട് അവിടെ തന്നെ. പ്രൈവറ്റായിട്ടും ഉണ്ട്, അതുപോലെ മാനേജ്മെൻറ്റായിട്ട് ഈ സ്റ്റെറിലൈസ് പഠിപ്പിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിന് കയറുവാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി എവിടെയെങ്കിലും കയറാൻ വേണ്ടി നല്ലത്. അതായിരിക്കും ഇവിടെ ഓർപ്പിക്കുന്നു. ഇത്രയൊക്കെയാണ് അത് പറയാനുള്ളത്. പിന്നെ അതുപോലെ ഫീസ് ഡീറ്റെയിൽസ്, അലോട്ട്മെൻറ്റ്, ടോക്കൺ ഫീ കൂടെ നമുക്ക് നോക്കിയിട്ട് ഈ വീഡിയോ കൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചേക്കാം. അപ്പം ടോക്കൺ ഫീ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സെൽഫ് ഫിനാൻസ് കോളേജ് 10,000. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീ ടോക്കൺ ഫീ വരുമ്പോൾ 7,240 ഫീ സ്ട്രക്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ SC SC OEC-കാർക്കാണെങ്കിൽ 100 രൂപയാണ് ഫീസ് വരുന്നത്. 100 രൂപ. SC OEC ST-കാർക്ക് 100 രൂപ ഫീസ് ഗവൺമെൻറ്റിലാണെങ്കിൽ. പിന്നെ സെൽഫ് ഫിനാൻസ് കോളേജാണ് 27,500 രൂപയാണ് കോളേജ് ഫീസ്. ട്യൂഷൻ ഫീ 7,240. അതുപോലെ ടോക്കൺ ഫീ പെയ്ഡ് ടു കൺഫേം ദ അലോട്ട്മെൻറ്റ് ചെയ്യണമെങ്കിൽ SC 100 അല്ലാത്തവർക്ക് 10,000 വരുന്നത്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് 7,240 വരുന്നുണ്ടെന്ന് ഓർമ്മിക്കുന്നു. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കോഴ്സിൻ്റെയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും. 2 ഇയർ കോഴ്സും ഉണ്ട്, 3 ഇയർ കോഴ്സും ഉണ്ട്. 3 ഇയർ കോഴ്സ് എടുക്കുവാണെങ്കിൽ നല്ല ജോലി സ്കോപ്പും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായി കൂടെ ഓർപ്പിക്കുന്നു. സ്റ്റെറിലൈസിനായാലും 7,240. ടോക്കൺ ഫീ ആണെങ്കിലും ആ പറഞ്ഞ പൈസ തന്നെയാണ് ഓർപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് പറയാനുള്ളത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയക്കാരെല്ലാം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി 7net Explorer ചോദിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ കയറി മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. ആദ്യം പറയാൻ വേണ്ടി വിട്ടുപോയതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 7-ാം തീയതിയാണ്. എന്തെങ്കിലും മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറെ ഒരു വീഡിയോ ചെയ്യുന്ന അറിയിക്കുന്നതായിരിക്കും. ആദ്യം വിട്ടുപോകേണ്ടതാണ് പറയുന്നത്. ഓപ്ഷൻ വെക്കാവുന്ന സമയം ഇന്നും വരെ ഉണ്ടെന്നുകൂടെ ഓർപ്പിക്കുന്നു. അപ്പോൾ 7-ാം തീയതി അലോട്ട്മെൻറ്റ് സെക്കൻഡ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മാറുവാണെങ്കിലോ അങ്ങോട്ട് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ഒന്ന് ചെയ്യുന്ന അറിയിക്കുന്നതായിരിക്കും ഓർപ്പിക്കുന്നു. അപ്പോൾ ഇച്ചിരി സ്പീഡായി പോയി അത് വീഡിയോ വെച്ചാൽ ലെങ്ത് ആയെന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.